പെയ്യുമ്പോഴേക്കും മഴ പെയ്യുമ്പോഴേക്കും കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റേഷന്റെ അവസ്ഥ നോക്കട്ടോ, കുണ്ടും കുഴികളും ആണ്. അതായത് ഇങ്ങനെയുള്ള കുഴികളിൽ ബസ്സുകൾ വീഴുമ്പോൾ അതിന്റെ ഷോക്ക് തൊട്ടിട്ട് ആ വണ്ടികളുടെ ഫിറ്റ്നസിനടക്കം വരുന്ന കംപ്ലൈന്റുകൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. ആ ഫിറ്റ്നസും കാര്യങ്ങളും മൂലം പ്രോപ്പർ അല്ലാതെ ആവുമ്പോൾ ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിന് പോലും പല ബുദ്ധിമുട്ടുകളുണ്ട്, അതിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പല ആൾക്കാർക്കും പ്രോപ്പറായിട്ട് എന്താ പറയാ, നട്ടലിന് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് അടക്കം നട്ടലിന് ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ തന്നെ സ്പൈനൽ കോഡിനും കാര്യങ്ങൾക്കും കംപ്ലൈന്റ് ഉള്ള ആൾക്കാർക്ക് അത് ഈ കെ എസ് ആർ ടി സിയിലൂടെയുള്ള ബസ് യാത്ര എത്രത്തോളം ദുരിതമാണെന്നുള്ളത് നോക്കൂട്ടോ. അതായത് മിനിമം ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ കയറിയാൽ തന്നെ ഒരുപാട് സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാർ, ഒരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്ക് അടക്കം ആരോഗ്യ പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലാണ് ഇതിന്റെ നിരത്തുകൾ പോലും കിടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മഴ എന്ന് പറയുന്നത്, ഒരു മഴയെ പോലും അതിജീവിക്കാനായിട്ട് നമ്മളുടെ കെ എസ് ആർ ടി സിയിലെ ബസ് സ്റ്റേഷന് കഴിവില്ല എന്നുള്ളതാണ്. അതായത് ഒരുപാട് വെള്ളപ്പൊക്കങ്ങളും കാര്യങ്ങളും ഫേസ് ചെയ്ത ആൾക്കാരാണ്. 2018 തൊട്ടിട്ട് നമ്മൾ വെള്ളപ്പൊക്കം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് തന്നെ ഇങ്ങനെ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈ വെള്ളം ഒഴുകി പോവാനുള്ള സംവിധാനം പോലും തൃശ്ശൂർ കെ എസ് ആർ ടി സിയിൽ ഇല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്